അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായി ഇരുട്ട് പടരുമ്പോൾ ചരിത്ര വെളിച്ചങ്ങൾ എന്ന പേരിൽ അടിയന്തരാവസ്ഥയിൽ പങ്കാളികളായവർ വടകരയിൽ ഒത്തുചേരുന്നു. മാർച്ച് 2-ന് വടകര ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പോരാളി സംഗമം, സെമിനാർ, സംഗീത സായാഹ്നം എന്നിവ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. REC വിദ്യാർത്ഥി രാജൻ കക്കയം ക്യാമ്പിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടതിന്റെ 50-ാം വാർഷികം കൂടി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് അടിയന്തരാവസ്ഥയിൽ പങ്കാളികളായവർ വടകരയിൽ ഒത്തുചേരുന്നത്. മാർച്ച് 2-ന് വടകര ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പോരാളി സംഗമം, സെമിനാർ, സംഗീത സായാഹ്നം എന്നിവ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയിൽ രാജ്യത്തെ പ്രമുഖ പൗരാവകാശ പ്രവർത്തകനും നിയമജ്ഞനുമായ പ്രശാന്ത് ഭൂഷൺ, സോഷ്യലിസ്റ്റ് നേതാവും മുൻ MP-യുമായ തമ്പാൻ തോമസ്, അടിയന്തരാവസ്ഥ പീഡിതരായ KN രാമചന്ദ്രൻ, K വേണു, A വാസു, സുലോചന, K അജിത, PC ഉണ്ണിച്ചക്കൻ, മുരളി കണ്ണംവള്ളി, അബ്രഹാം മാനുവൽ, മുണ്ടൂർ രാവുണ്ണി തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ KN അജോയ് കുമാർ, N അജയൻ, T രാജൻ, രാധാകൃഷ്ണൻ കുട്ടോത്ത്, കിഷോർ വണ്ണാറത്ത് എന്നിവർ പങ്കെടുത്തു. 50-ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് 50 വർഷമായി, നീണ്ടകാലം കഴിഞ്ഞു. അടിയന്തരാവസ്ഥ ഒരുപക്ഷെ പുതിയ ജനറേഷന്, പുതിയ തലമുറയ്ക്ക് പരിചിതമുള്ള ഒരു കാലഘട്ടമല്ല. 50 വർഷം എന്ന് പറയുന്നത് നീണ്ട കാലയളവാണ്. ഈ കാലത്ത് സംഭവിച്ച 50 വർഷം മുമ്പ് സംഭവിച്ച ചില കാര്യങ്ങളെ ഓർമ്മിക്കുക എന്നുള്ളതല്ല ഈ പരിപാടിയുടെ ലക്ഷ്യം. മറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളത് റീവിസിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഈ ഇഷ്യൂ. എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന അതിഭീകരമായിട്ടുള്ള പത്രമാധ്യമങ്ങൾക്കെതിരായിട്ടുള്ളതും അതല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെതിരായിട്ടുള്ള ഫാസിസവൽക്കരണവും അല്ലെങ്കിൽ അടിച്ചമർത്തൽ, അത് നമ്മൾ 50 വർഷം കഴിഞ്ഞിട്ട് ഓർമ്മിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഓർമ്മിക്കുക എന്ന് പറയുന്നത് പുതിയ കാലത്ത് ജനാധിപത്യ പ്രവർത്തനങ്ങളെ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം എന്ന രീതിയിലുള്ള ഒരു ടൈറ്റിലിൽ ഈ പ്രോഗ്രാം വളരെ നടക്കുന്നത്. അതല്ലാതെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന കാര്യങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയോ ചരിത്രത്തിൽ അന്വേഷണം നടത്തുകയോ ചെയ്യല്ല. മറിച്ച് അതല്ലെങ്കിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ അന്ന് നടന്നിരുന്ന സംഭവങ്ങളെ വെറുതെ വിശകലനം ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് ഇന്നും ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീതിതമായ ഒരു സ്ഥിതിയെ പുതിയ തലമുറ എന്ന് പറയുന്നത് നമ്മളടക്കമുള്ള ആളുകളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയും ഇന്നത്തെ കാലത്ത് ജാഗ്രതായിട്ടുള്ള ഒരു ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയെ ഊന്നുകയും ചെയ്യുക എന്നുള്ളതാണ്.